നമസ്തേ കേരള, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വേണ്ടി മലയാളം പോലും പഠിച്ചിരിക്കുകയാണ്. सो आपकी ये आँखें और खूबसूरती सारे देश की दिल जीत मेरी एक सवाल है कि बॉलीवुड फिल्म में डेब्यू करनी चाह रही है, कैसा महसूस हो रही है? बहुत अच्छा लग रहा है। एक आखिरी सवाल भी पूछना चाहती हूँ। ये सब ये बीट देख रहे हैं ना आप, ये सब आप ही का फैन है और आप किसका फैन है? मैं इन लोगों की फैन हूँ। നിങ്ങളുടെ എല്ലാവരുടെയും എന്റെ ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ മൊണാലിസയുടെ ഫാൻസ് ആണ്. മൊണാലിസ ആരുടെ ഫാൻസ് ആണെന്നാണ് ഞാൻ ചോദിച്ചത്. മൊണാലിസയുടെ ആൻസർ എന്താണെന്ന് അറിയോ? നിങ്ങൾ ഓരോരുത്തരുടെയും ഫാൻ ആണ് മൊണാലിസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. Love you, birthday. Happy Valentine's Day. Same to you. എല്ലാവർക്കും സുഖമല്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ. ചാരക്കണ്ണുള്ള താരറാണി കോഴിക്കോടിൻ്റെ മനസ്സ് കീഴടക്കിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. തീർച്ചയായിട്ടും ബോച്ചെ എന്ന് പറയുന്ന ബിസിനസ് ചാണക്യൻ്റെ മുന്നിൽ തീർച്ചയായും മലയാളി സമൂഹം ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഈ കടന്നു പോയത്. തീർച്ചയായിട്ടും ഒരു മലയാളി നടി വന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേവലം ഒരു 3.5 കോടി ജനങ്ങളുടെ ഇടയിൽ മാത്രം അറിയുമായിരുന്ന ഒരു ഇനാഗുറേഷൻ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ മൊത്തം ആഗോളതലത്തിൽ ഏകദേശം 125 കോടിയിൽ പരം ജനങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു ഇനാഗ്രേഷനായി മാറ്റിയെടുത്തിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഈ ഉദ്ഘാടനത്തെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് മുന്നിൽ തീർച്ചയായിട്ടും നമ്മൾ തലകുന്നു. അതിനുശേഷം ഇതാ വിപ്ലവകരമായ ഒരു മാറ്റം തൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ ബോച്ചയ്ക്ക് സാധിച്ചിരിക്കുന്നു. കേരളത്തിൽ മാത്രം ഒതുങ്ങുമായിരുന്ന ഒരു ചർച്ച ഇന്ന് ഇന്ത്യ മൊത്തമാക്കിയെടുക്കാൻ ബോബി ചെമ്മണ്ണൂരിന് സാധിച്ചു. ഈ നടിയെക്കുറിച്ച്, നമ്മുടെ മോണലിസയെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂരിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേട്ടുവരാം. का सबसे बड़ा कुंभ मेला, महाकुंभ मेला का वायरल गर्ल मोनालिसा इधर आ गया. बहुत खुशी है ना? तो मैं वापस बोलता हूँ वालेंटाइंस डे. മലയാളം കുറച്ച് പഠിച്ചു തുടങ്ങി, ബാക്കി നമുക്ക് പഠിപ്പിക്കാനല്ലേ. നമുക്ക് ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ടല്ലേ, നമുക്ക് പഠിപ്പിക്കാം. ശരിക്കും ഞാൻ महाकुंभमेले 144 144 ईयर्स में एक ही बार आ रहे वर्ल्ड का सबसे बड़े महाकुंभमेला. अപ്പൊ ആ കുംഭമേളയ്ക്ക് ഇച്ചിരി മാറിക്കാൻ പറയുന്നു. ഞാൻ ഈ കുംഭമേളയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷമാവുന്നത്. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അപ്പോ കുംഭമേള ഡയമണ്ട് ആണിപ്പോ നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയമണ്ട് ഹോ ഗയാ അഭി. അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത്. ഇപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോ. अभी मोनालिसा बोला है हम दोनों कुंभ मेला जाएगा क्या? हमको पूछता है क्या जाएगा? जरूर जाएंगे. किधर जाएगा? कुंभ मेला. कौन कौन जाएगा? आप और मैं. आओ हम दोनों जाएगा. നമ്മൾ രണ്ടുപേരും കുംഭമേളയ്ക്ക് പോവാന്നാണ് ആള് പറയുന്നത്. ഓക്കെ, താങ്ക് യു. हम देखिएगा. തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച, എനിക്ക് ധൈര്യം തന്ന, സ്നേഹം തന്ന എല്ലാവരോടും നന്ദി. ലവ് യു. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു തന്നെ വന്നു.
അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇതല്ലേ ഹീറോയിസം? താരജാടയോ അതുപോലെ തന്നെ ഫിലിം ഫ്രെയിമോ ഒന്നുമില്ലാതെ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം രുദ്രാക്ഷമാല വിൽക്കാൻ വേണ്ടി മഹാകുംഭമേളയിൽ വന്നുകൊണ്ട് വൈറലായ ഒരു പെൺകുട്ടി, അതും തൻ്റെ കണ്ണിൻ്റെ ആകർഷണം കൊണ്ടാണ് ആ ഫോട്ടോയിൽ ആ കുട്ടി വൈറലായത്. തീർച്ചയായിട്ടും അവരുടെ ഒരു സമയമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ബോളിവുഡിൽ നിന്നും ഒരു പ്രധാന ഒരു അവസരം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആ കുട്ടിയെ തേടി വന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ വേണ്ടി ആ കുട്ടിക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ മലയാളത്തിൽ കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരമായിരുന്നു മോണാലിസയ്ക്ക് ഇന്ന് ബോച്ചെ നൽകിയത്. അതും ആദ്യമായ ഒരു വിമാനയാത്ര, അത് കേരളത്തിലെത്തുന്നു. കേരള ജനങ്ങളുമായി ഇടപഴകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് എന്ന് ആ കുട്ടി കേരള ജനതയോട് പറയുകയാണ്. അതുപോലെ കേരള ജനത മുഴുവൻ താങ്കളുടെ ഫാനാണ് എന്ന് പറയുമ്പോൾ ഞാൻ കേരള ജനങ്ങളുടെ ഫാനാണ് എന്നാണ് മോണാലിസ തുറന്നു പറയുന്നത്. ഇത് തന്നെയാണ് ഹീറോയിസം, ഇത് തന്നെയാണ് മധുര പ്രതികാരം എന്ന് തന്നെയാണ് നമ്മൾക്കും പറയാനുള്ളത്. ബോച്ചെ ഈ കാണിച്ച ഒരു ബിസിനസ് ചാണക്യതന്ത്രൻ്റെ വളരെ കുതന്ത്രമായ ബുദ്ധിയിൽ അദ്ദേഹം ഉരുത്തിരിഞ്ഞ ഒരു ബിസിനസ് ആശയം തീർച്ചയായിട്ടും ഇതായിരിക്കണം ഒരു ബിസിനസ്മാൻ്റെ തന്ത്രങ്ങൾ എന്ന് ബാക്കിയുള്ളവർക്കും കണ്ടു പഠിക്കാമെന്നാണ് തോന്നുന്നത്. ഒരുപാട് കേരള ഫിലിം ഫ്രെയിമുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പോകുമ്പോൾ ഇത്തരം ഒരു ഫ്രെയിമല്ല തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തപ്പെടുന്നത്. അതിൽ നിന്നും ഇന്ത്യയിലേക്ക് മൊത്തം തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ പേരും മഹിമയും എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു നീക്കത്തിലൂടെ ബോബി ചെമ്മണ്ണൂരിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ബിസിനസ്സുകാരൻ്റെ ബുദ്ധി മാത്രമല്ല, ആ ഒരു വിപണന തന്ത്രം ഇനിയും അദ്ദേഹത്തിൻ്റെ വിപണനത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരും യാത്രകളിലും അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനിയും ഒരുപാട് ബിസിനസ്മാൻമാരും അതുപോലെ തന്നെ ഒരുപാട് സിനിമാ പ്രേമികളും അതുപോലെ തന്നെ നിർമ്മാതാക്കളും എല്ലാം ഈ ഒരു ചാരക്കണ്ണുള്ള താരസുന്ദരിയെ നോട്ടമിട്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഫിലിം അവാർഡുകളിലും അതുപോലെ തന്നെ സിനിമയിലും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം മലയാളത്തിലേക്ക് കൊണ്ടുവന്നതിനെ തീർച്ചയായിട്ടും നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെയും അഭിനന്ദിക്കാം. കാരണം ഒരുപാട് ഈ സിനിമാ നടിമാരെ കണ്ട് ഒരുപാട് പയകിച്ച ഒരു രീതിയിൽ നിന്നും ഒരു മാറ്റം എന്തായാലും അത് വളരെ നല്ലതാണ് എന്നാണ് നമുക്കും ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഒരു ഹണി റോസ് പോയാൽ 100 മോണാലിസ വരുമെന്ന് പറയുന്നത് വെറുതെയല്ല. തീർച്ചയായിട്ടും അത് ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോഴിക്കോട് വെച്ച് നമുക്കും കാണിച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് തോരാതെ മൊണാലിസയെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൊണാലിസയും നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ പറ്റി വളരെ നല്ല വാക്കുകൾ തന്നെയാണ് ഇന്ന് കോഴിക്കോട് വെച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ യാതൊരു താരജാടയും ഇല്ലാത്ത രീതിയിൽ വളരെ മാന്യമായ സഭ്യമായ ഒരു ഡ്രസ്സ് ധരിച്ചു കൊണ്ടാണ് കോഴിക്കോട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവർ എത്തിയത്. അതും തീർച്ചയായിട്ടും മലയാളികൾ ഒന്നടങ്കം ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ മുന്നിലുള്ള ഉദ്ഘാടനത്തിൽ എല്ലാം തന്നെ നമ്മൾ കണ്ടത് വളരെ വൾഗറായ രീതിയിലുള്ള വസ്ത്രധാരണത്തിലൂടെയും മറ്റും വന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പോകുന്ന സ്ത്രീകളെയാണ്. അപ്പോഴാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളും അതുപോലത്തുള്ള മറ്റുള്ള പ്രയോഗങ്ങളും എല്ലാം മുമ്പിലേക്ക് വരുന്നതും പ്രശ്നങ്ങളാവുന്നതുമെല്ലാം. തീർച്ചയായിട്ടും ഇത്തരം മാന്യമായ സഭ്യമായ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു തെന്നിന്ത്യക്കാരത്തി കേരളത്തിൽ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച് പോകുമ്പോൾ മറ്റാർക്കും യാതൊരു കുറ്റവും ആ നടിയെ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയെയോ അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തെയോ ഒന്നും കളിയാക്കാതെ അവർ നമ്മളോട് ഇടപഴകിയ രീതി, അവർ ഇവിടെ വന്ന് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്ന ആ ഡ്രസ്സിങ് രീതി, അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റ രീതി, അതെല്ലാമാണ് നമ്മുടെ കേരളത്തിലെ നടിമാരും അതുപോലെ തന്നെ മറ്റുള്ളവരും കണ്ടു പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് വളരെ മാന്യമായ ഒരു രീതിയിലായിരുന്നു അത് ഇവിടെ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച് തിരിച്ചു പോകുന്നത് വരെ ഉണ്ടായത്. അത് എല്ലാ ക്യാമറകളും അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമുള്ള എല്ലാ മാധ്യമങ്ങളും അത് കവർ ചെയ്യുകയും അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ അത് കവർ ചെയ്യുകയും അത് സൽസമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു നേട്ടമായി തന്നെ നമുക്കും കാണാവുന്നതാണ്. അദ്ദേഹം എന്താണോ അവരെ കൊണ്ടുവന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു തീരുമാനം ശരിയായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം പൂവണിയാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാം. ഇനിയും ഒരുപാട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബോബി ചെമ്മണ്ണൂർ പുതിയ ശാഖകൾ തുറക്കാൻ പ്ലാനിടുന്നതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. തീർച്ചയായിട്ടും അതും ഇതിലൂടെ അദ്ദേഹത്തിന് ഒരു ഓപ്പണിംഗ് ബിസിനസ് തന്ത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇനിയും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.